സ്ട്രിങ്സ്. യെസ്, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സ്ട്രിങ്സിനെ പറ്റിയിട്ടാണ്. സോ സ്ട്രിങ്സ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് ക്യാരക്ടേഴ്സ് കോഡ്സിലിട്ട് കൊടുക്കണതിനെ പറയുന്നതാണ് സ്ട്രിങ്സ്. ഓക്കെ, അപ്പം നമ്മുടെ പൈത്തണിൽ നമുക്ക് ഡബിൾ കോഡ്സ് ഇട്ടാലും സിംഗിൾ കോഡ്സ് ഇട്ടാലും നമ്മുടെ പൈത്തൺ ഒരേപോലെ തന്നെ ട്രീറ്റ് ചെയ്യുള്ളൂ. പൈത്തണിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഇൻഡെക്സിംഗ് ആണ് വരുന്നത്, ഫോർവേഡ് ഇൻഡെക്സിങ്ങും ബാക്ക്വേഡ് ഇൻഡെക്സിങ്ങും. സോ ഫോർവേഡ് ഇൻഡെക്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ക്യാരക്ടർ തൊട്ട് 0, 1, 2, 3 അങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് പോകുന്നത്. ബാക്ക്വേഡ് ഇൻഡെക്സിങ്ങിൻ്റെ കേസ് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റത്തെ എലമെൻറ്റ് തൊട്ട്, അതായത് ഇപ്പോൾ ഹെലോ എന്ന് പറഞ്ഞ എക്സാമ്പിളിൽ ഓ തൊട്ട് നമ്മൾ -1, -2, -3 അങ്ങനെ അസൈൻ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് ഇൻഡെക്സിങ്. സോ നമ്മൾ നമ്മുടെ ഐഡിയലി ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഐഡിയലി. ഓക്കെ, ഔട്ട്പുട്ട് എല്ലാം കാണാൻ പറ്റുന്നത് നമുക്ക് ഇവിടെയാണ്. സോ ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു, കാരണം ഞാൻ മുമ്പ് ഇത് ചെയ്ത് വെച്ചാണ്. ഓക്കെ, ഇവിടെ ടെർമിനലിൽ പോയിട്ട് ന്യൂ ടെർമിനലിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു ചെറിയൊരു ടെർമിനൽ പോലെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കോഡ് റൺ ചെയ്യണമെങ്കിൽ റൺ കോഡ് ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സ്ട്രിങ് ഓപ്പറേഷൻസ് ആണ്. സോ അതിലാദ്യം വരുന്നത് നമുക്ക് കോൺകാറ്റിനേഷൻ ആണ്. ഓക്കെ, കോൺകാറ്റിനേഷൻ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ രണ്ട് സ്ട്രിങ്ങിനെ ജോയിൻ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഈ കോൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അസൈൻ എന്ത് കൊടുക്കുകയാണ്, ഇപ്പോൾ ഒരു ഹായ് ഡാഡ് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനൊന്ന് പ്രിൻ്റ് ചെയ്താലോ? അല്ലേ, വേണ്ട. പ്രിൻ്റ് എന്ത് കൊടുക്കാം, A+B കൊടുക്കാം. അതായത് എനെയും ബീനെയും എന്ത് ചെയ്യണം, നമ്മൾ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്കിവിടെ ബി ഇല്ല, സോ ബി കൊടുക്കണം. അപ്പോൾ ബി അസൈൻ എന്ത് കൊടുക്കാം, ആൻഡ് മോം എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ശരി. ഇനി നമ്മുടെ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്കിവിടെ ഹായ് ഡാഡ് ആൻഡ് മോം എന്ന് ഒരുമിച്ചാണ് കിട്ടിയേക്കണത്, സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല. അടുത്തത് നമ്മൾ നോക്കാൻ പോണത് റെപ്ലിക്കേഷനാണ്. സോ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഒരു സ്ട്രിങ്ങിനെ തന്നെ ഒന്നോ അതിലും കൂടുതൽ തവണ റെപ്ലിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ പ്രിൻ്റ്, ഞാനിപ്പോൾ എന്ന് പറഞ്ഞതിനെ റെപ്ലിക്കേറ്റ് 3 times. ഓക്കെ, 3 വട്ടം ഞാൻ റെപ്ലിക്കേറ്റ് ചെയ്യണം. ഇവിടെ കണ്ട ഹായ് ഡാഡ് ഹായ് ഡാഡ് ഹായ് ഡാഡ്, അങ്ങനെ 3 വട്ടം എന്ന് പറഞ്ഞൊരു സ്ട്രിങ് റെപ്ലിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്തത് മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇൻ ഓർ നോട്ട് ഇൻ, ഉണ്ടോ ഇല്ലയോ. ഓക്കെ, ഇത് റിട്ടേൺ ചെയ്യുന്നത് നമുക്കൊരു ബൂളിയനായിരിക്കും. ജസ്റ്റ് കമൻറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഇനി പ്രിൻ്റ് എന്ത് കൊടുക്കാം, ഹായ് ഉണ്ടോ നോക്കാം നമുക്ക്. അപ്പോൾ കോഡ്സിൽ ഹായ് ഇൻ എ. ഓക്കെ, ഹായ് ഇൻ എ നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കിയാലോ. കണ്ട, ട്രൂ. കാരണം എന്താ, ഹായ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ്ങിലുണ്ട്. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നോട്ട് ഇൻ ആക്കാം. ഓക്കെ, നോട്ട് ഇൻ ആക്കുമ്പോൾ എന്താ വേണേ നോക്കാം. കണ്ട, അപ്പോൾ നമുക്ക് ഫോൾസ് ആണ് കിട്ടിയത്, കാരണം ഹായ് നോട്ട് ഇൻ എ ആണ്. ഓക്കെ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എച്ച് ഉണ്ടോ നോക്കാം. അപ്പോൾ പ്രിൻ്റ് എച്ച് ഇൻ എ. ഓക്കെ, കണ്ട, നമുക്കിവിടെ ട്രൂ ആണ് കിട്ടിയത്. കണ്ട, ലാസ്റ്റത്തെ. ഇനി നമുക്ക് ഈ സാധനം മാറ്റിയിട്ട് ബി ആക്കാം. റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഫോൾസ് ആണ് കിട്ടിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ എച്ച് എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ നമ്മുടെ ബിയിലില്ല. അടുത്തത് നമുക്ക് റേഞ്ച് ആണുള്ളത്. സോ റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ട കാര്യം സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പ്, അതാണ് നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിതൊന്ന് കമൻറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് ഹായ് എന്ന് പറഞ്ഞ 2 ക്യാരക്ടേഴ്സ് നമുക്ക് എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൽ നിന്ന് എടുക്കണം. സോ അതിനായിട്ട് നമ്മൾ ഓഫ് എന്ത് കൊടുക്കുകയാണ്, സ്റ്റാർട്ടിങ് പൊസിഷൻ നമ്മൾ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യാണ്, അതായത് 0. ഡിഫോൾട്ടായിട്ട് 0 ആണ് അവർ. അപ്പോൾ സ്റ്റാർട്ട്, സ്റ്റോപ്പ് നമുക്ക് രണ്ടാമത്തെ ഇൻഡെക്സിങ്ങിൽ കൊടുക്കണം. ഓക്കെ, റൺ ചെയ്ത് കൊടുക്കണം.
കണ്ട ഇപ്പോൾ എനിക്ക് ഹായ് മാത്രം കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണം, ആ ടൂവിനെ നമുക്കൊന്ന് മാറ്റാം. ഇനി നമുക്ക് സ്റ്റാർട്ട് ഫസ്റ്റ് ഇൻഡെക്സിങ് പൊസിഷൻ ഫസ്റ്റിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, റൺ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടാം ഇപ്പോൾ ഹൈ സ്പേസ് ഡാഡ് മാത്രമാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്ട്രിങ്ങിനെ ഒരു എളുപ്പത്തിൽ റിവേഴ്സ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്റ്റെപ്പ് -1 കൊടുത്തോന്ന് വെച്ചാൽ റിവേഴ്സായിട്ട്, അതായത് ആ ഒരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്ത് നമുക്ക് കിട്ടും. ഇപ്പോൾ കണ്ട ഡാഡ് IH ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, പക്ഷേ സ്റ്റെപ്പ് ഇത് നെഗറ്റീവ് വാല്യൂ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്, -1 ഉപയോഗിക്കുമ്പോൾ. ഇനിയിപ്പോൾ നമുക്ക് അതിന് പകരം സ്റ്റെപ്പ് എന്ത് കൊടുക്കാം, എ ഓഫ് ഓക്കെ, സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റെപ്പ് നമ്മൾ 5 വേണ്ട 2 കൊടുക്കാം, കൂടിപ്പോൾ. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ട ഓരോ ക്യാരക്ടേഴ്സും നമുക്ക്, അതായത് രണ്ടാമത്തെ ക്യാരക്ടേഴ്സ് ജമ്പ് ചെയ്യും, അങ്ങനെയാണ് നമുക്ക് കിട്ടുക. അതായത് ഇതിൻ്റെ സെക്കൻഡ് ക്യാരക്ടർ ജമ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് കൊടുത്തേക്കുന്നത്. അത്രേ ഉള്ളൂ. നമുക്കിതൊന്ന് കമൻറ്റ് ചെയ്യാം. ഇത് കമൻറ്റ് ചെയ്തു, എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് മാനിക്കേറ്റിടാം. ഇനി നമ്മൾ നോക്കാൻ പോണത് കുറച്ച് ബിൽഡിൻ സ്ട്രിങ് മെത്തേഡ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ വരുന്ന ഈസ് ആൽഫ, അതായത് ആൽഫബറ്റ് ആണോ അല്ലേ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു സി എന്ന് പറഞ്ഞ വേരിയബിളിൽ ഹെൽപ്പ് കൊടുക്കുകയാണ്, CSN ഹെൽപ്പ്. ഇനി ഞാൻ പ്രിൻ്റ് ചെയ്യാൻ പോവാണ്. പ്രിൻ്റ് എന്ത് കൊടുക്കാം, സി ഡോട്ട് ഓക്കെ, ഈസ് ആൽഫ. കുറേ ഫങ്ഷനുകളുണ്ട്, അതിൽ ആവശ്യമുള്ള കുറച്ചാണ് ഞാൻ പറയാനുള്ളൂ. ഈസ് ആൽഫ. ഓക്കെ, അപ്പോൾ ഇത് ആൽഫബറ്റ് ആണോ അതോ ഡിജിറ്റ് ആണോ നോക്കാം. കണ്ടോ, നമുക്കിവിടെ ട്രൂ, അതായത് ബൂളിയൻ ട്രൂ ആണ് കിട്ടിയത്. അതുപോലെ തന്നെ ഈസ് ലോവർ ഉണ്ട്, അതായത് നമുക്ക് തന്നിരിക്കുന്ന സ്ട്രിങ് ലോവർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത്. ഇപ്പോൾ സി ഡോട്ട് എന്ത് കൊടുക്കാം, ഈസ് ലോവർ ആണോ അല്ലേ എന്ന് നോക്കാം. ഇതെല്ലാം ബൂളിയൻ ആട്ടോ റിട്ടേൺ ചെയ്യാം. ഓക്കെ, അതും നമുക്ക് ട്രൂ ആണ്, കാരണം ഇതെല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ്. അടുത്ത് ഈസ് അപ്പർ, അതായത് ഈ നമുക്ക് തന്നിരിക്കുന്ന സ്ട്രിങ്ങിൽ എല്ലാം അപ്പർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈസ് അപ്പർ ഉപയോഗിക്കുന്നത്. സി ഡോട്ട് ഈസ് അപ്പർ. ശരി, ഇനി ഒന്ന് റൺ ചെയ്യാം. കണ്ട, നമുക്കിവിടെ ഫോൾസ് ആണ് കിട്ടുന്നത്, കാരണം എന്താ, ഇതിൻ്റെ ഉള്ള അപ്പർ കേസ് ഒന്നുമില്ല. അടുത്തത് ഈസ് ഡിജിറ്റ്, അതായത് ഡിജിറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതന്നെ നോക്കാം, ഈ സിയിൽ തന്നെ നമുക്ക് നോക്കാം. നമുക്കറിയാം എന്തായാലും ഇതിൻ്റെ ഉള്ള ഡിജിറ്റ്സ് ഒന്നും ഇല്ല, അപ്പോൾ ഫോൾസ് ആയിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിവിടെ ഫോൾസ് കാണാം, രണ്ടും ഫോൾസാണ് റിട്ടേൺ ചെയ്തതാണ്, അപ്പറും ഇല്ല ഡിജിറ്റും ഇല്ല. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കാം. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ തന്നേക്കണ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് എങ്ങനെ അപ്പർ കേസാക്കി മാറ്റാം എന്നാണ്. സോ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു DSign സെയിം സ്ട്രിങ് കൊടുക്കാം. നമുക്ക് ഹെൽപ്പിന് കൊടുക്കാം. ഹെൽപ്പ് ഞാൻ കൊടുത്തു. ഇനി എന്ത് ചെയ്യാം, പ്രിൻ്റ് അപ്പറാണോ നോക്കാം. നമുക്ക് D ഡോട്ട് ഈസ് അപ്പറാണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, എനിക്ക് ഫോൾസ് ആണ്, അപ്പറല്ല, കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരു അപ്പർ കേസ് ഉള്ളൂ. സോ ഇത് മൊത്തം അപ്പറല്ല. അപ്പോൾ ഞാൻ ഇതിനെ ഫുൾ അപ്പർ കേസ് ആക്കാനായിട്ട് ഞാൻ എന്ത് കൊടുക്കുകയാണ്, A ഈക്വൽ ടു അല്ല A വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, D ഈക്വൽ ടു D ഡോട്ട് അപ്പർ.
അപ്പോൾ ഡി എന്ന് പറഞ്ഞ വേറൊരു വേരിയബിളിൽ വീണ്ടും നമ്മൾ ഇത് സ്റ്റോർ ചെയ്യാണ്, അപ്പർ കേസ് ആക്കിയതിന് സ്റ്റോർ ചെയ്യാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ആ ഡി ഡോട്ട് ഈ സപ്പർ ആണോ നമുക്ക് നോക്കാം. കണ്ട, ഒരെണ്ണം ഫോൾസും ഒരെണ്ണം ട്രൂ ആയി. ഇനി ആ ട്രൂ ആയ സ്ട്രിങ്ങിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആ ഡീനെ നമുക്ക് പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കണ്ട, ആദ്യം നമുക്ക് ഫോൾസ് ആയിരുന്നു, പിന്നെ അതിന് നമ്മൾ മൊത്തം അപ്പർ കേസ് ആക്കി, പിന്നെ നമ്മൾ ഈ സപ്പറാണോ എന്ന് നോക്കിയപ്പോൾ കണ്ട ട്രൂ വന്നത്. അതുപോലുള്ള ഫംഗ്ഷനാണ് ലോവർ. അതായത് നമ്മുടെ സ്ട്രിങ്ങിനെ ലോവർ കേസ് ആക്കി മാറ്റാനുള്ള ഉപയോഗിക്കുന്നതാണ് എന്ത്, ലോവർ. അപ്പോൾ ഞാൻ ഡി ഈക്വൽ ടു ഡി ഡോട്ട് ലോവർ. അപ്പോൾ ഞാൻ ഇതിനെ ഈ ഡി എന്ന് പറഞ്ഞ ആ ഒരു വേരിയബിളിനെ ഞാൻ എന്ത് ചെയ്യാണ്, ലോവറാക്കി മാറ്റി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഡി ലോവർ ആയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഡി ഡോട്ട് ഈസ് ലോവർ ഫംഗ്ഷൻ കോൾ ചെയ്തു. ഇനി എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ആ ലോവർ ആക്കിയ ഡിയും കൂടി ഒന്ന് പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, ഡി കൊടുത്തു. ഇനി നമ്മുടെ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ട, ഇപ്പം നമുക്ക് ട്രൂ വന്നിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ്, ഡി ഡോട്ട് ഈസ് ലോവർ, അതെ ലോവറാണ്, അതുകൊണ്ട് നമ്മൾ ട്രൂ വന്നു. പിന്നെ ഡി അത് നമ്മൾ ലോവറാക്കിയ ഫുൾ ലോവർ കേസിൽ നമുക്ക് ഹെൽപ്പ് പ്രിൻ്റ് ചെയ്ത് കിട്ടി. നമുക്കിനി ഇതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഞാൻ നേരത്തെ ഡിജിറ്റിന് നേരത്തെ ഒരു സ്ട്രിങ് ആയിട്ടായിരുന്നു ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ടാ, ഇപ്പോൾ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് ഞാൻ 1 2 3 അങ്ങനെ ഞാൻ ഡിജിറ്റ്സ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം, പ്രിൻ്റ് എന്ത് ചെയ്യുക, നം ഡോട്ട് ഈസ് ഡിജിറ്റ്. ഓക്കെ, ഫംഗ്ഷൻ കോൾ ചെയ്തു. ഇനി റൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ട, ഇവിടെ ട്രൂ വന്നു. സോ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ സ്ട്രിപ്പാണ്. എൽ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് സ്പേസുകളെ നമ്മൾ റിമൂവ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ASIN എന്ത് ചെയ്യാം, ഞാൻ ഒരു കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഒന്ന് സൂം ചെയ്യാം, കുറച്ചുകൂടി നിങ്ങൾക്ക് കാണാനായിട്ട് എളുപ്പമുണ്ടാവും. ഓക്കെ, അപ്പോൾ വീണ്ടും ഹെൽപ്പ് മോം എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്, സ്പേസ് ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഇതൊന്ന് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ ആ ലെഫ്റ്റിലത്തെ സ്പേസ് പോകണം, അതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ എ ഡോട്ട് എന്ത് കൊടുക്കുകയാണ്, ഓക്കെ ഇപ്പോൾ കാണാം. ഓക്കെ, എ ഡോട്ട് എൽ സ്ട്രിപ്പ്. ഓക്കെ, നമ്മുടെ കോഡ് ഒന്ന് റൺ ചെയ്യാം. കണ്ട, ട്രൂ ഹെൽപ്പ് മോം. ഇപ്പോൾ ഹെൽപ്പ് മോം എന്ന് പറഞ്ഞ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ക്യാരക്ടർ പോയെന്നറിയാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ലെങ്ത് എടുത്ത് നോക്കാം. അപ്പോൾ പ്രിൻ്റ് ലെൻ ഓഫ് എ, ലെങ്ത് കാണാനായിട്ടാണ് നമ്മൾ ലെൻ ഉപയോഗിക്കുക. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഈ എൽ സ്ട്രിപ്പ് ചെയ്തിട്ട് നമുക്ക് ലെങ്ത് കാണും. ഓക്കെ, ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് ആ ക്യാരക്ടറിൻ്റെ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. കണ്ട, നേരത്തെ 9 ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഇപ്പോഴും 9 തന്നെ വന്നുള്ളൂ. സോറി, നമുക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതായത് ലെൻ ഓഫ് എ അല്ല, ലെൻ ഓഫ് എ ഡോട്ട് എന്ത് കൊടുക്കണം, എൽ സ്ട്രിപ്പ് കൊടുക്കണം. ഡോട്ട് എൽ സ്ട്രിപ്പ്. ഓക്കെ, ഇപ്പോൾ ആ ലെങ്ത്തിലുള്ള ഡിഫറൻസ് കാണാൻ പറ്റും. പാരന്തസിസ് നമ്മൾ ഇടാൻ മറന്നു. ഓക്കെ, അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. ഓക്കെ, സെറ്റ് ആയിട്ട് റൺ ചെയ്യാം. കടാ, ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ 9 ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു,
ഇപ്പോൾ ബ്ലാങ്ക് സ്പേസ് കളഞ്ഞോടുകൂടി 8 ക്യാരക്ടേഴ്സായിട്ട് ചുരുങ്ങിയേക്കാണ്. അതായത് നമ്മുടെ ലെങ്ത്ത് ചെറുതായേക്കാണ്. അപ്പോൾ ഇതാണ് എൽ സ്ട്രിപ്പ് എന്ന് പറയാനുള്ളത്. അതായത് ലെഫ്റ്റ് മോസ്റ്റുള്ള ക്യാരക്ടറുകളെ, ലെഫ്റ്റ് മോസ്റ്റ് ക്യാരക്ടറല്ല, സ്പേസുകളെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, ആർ സ്ട്രിപ്പ് ഉണ്ട്. ആർ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ റൈറ്റ് മോസ്റ്റ് ബ്ലാങ്ക് സ്പേസുകളെ കളയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആർ സ്ട്രിപ്പ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹലോ സ്പേസ് ഇട്ടുണ്ട്. പ്രിൻ്റ് ചെയ്യാം, എ ഡോട്ട് എന്ത് കൊടുക്കാം, ആർ സ്ട്രിപ്പ് കൊടുക്കാം. ഓക്കെ, ഞാൻ ഒന്ന് റൺ ചെയ്യാണ്. ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ ഹലോ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ലെങ്ത്തിൻ്റെ ഡിഫറൻസ് നോക്കുക. അപ്പോൾ ലെൻ ഓഫ് എ കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ എന്ത് കൊടുക്കുകയാണ്, ആർ സ്ട്രിപ്പ് ചെയ്തതിന് ശേഷം പ്രിൻറ്റ് എ ഡോട്ട് ലെൻ ഓഫ് എന്ത് കൊടുക്കാം, എ ഡോട്ട് ആർ സ്ട്രിപ്പ്. ഓക്കെ, അപ്പം പാരന്തസിസ് ഇട്ടു, കറക്റ്റാണെന്ന് തോന്നുന്നു. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. കണ്ട, നേരത്തെ നമുക്ക് 6 ആയിരുന്നു അതിൻ്റെ ലെങ്ത്ത്, ഇപ്പോൾ ആർ സ്ട്രിപ്പ് ചെയ്തപ്പോൾ 5 ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയും നമുക്ക് ഇതുപോലുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കാം. ഇനി എന്തെങ്കിലും വല്ല സജഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും നിങ്ങൾ എഴുതി വിടണം. സോ താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്.